അരുണെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലൻഷിയുമായിട്ട് നേപ്പാൾ പ്രധാനമന്ത്രി ബലൻഷിയുമായിട്ട് ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തുകയും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ദുരിതാശ്വാസ സാമഗ്രികളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുമായി എത്രയും പെട്ടെന്ന് നേപ്പാളിലേക്ക് പുറപ്പെടുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. C-17 അതുപോലെ തന്നെ C-130 വിമാനങ്ങളാണ് ഇതിനോടകം തന്നെ ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മറ്റു ഉപകരണങ്ങളും മണ്ണുമാന്തി ഉപകരണങ്ങൾ അടക്കമുള്ള ഉപകരണങ്ങളുമായി നേപ്പാളിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. നേപ്പാളിൽ ഇതിനോടകം തന്നെ 17 ഹെലികോപ്റ്ററുകൾ കൃത്യമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ നടത്തുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൻസി പ്രൊട്ടസ്റ്റിന് ശേഷം അല്ലെങ്കിൽ ജൻസി പ്രക്ഷോഭത്തിന് ശേഷമാണ് ബലൻഷ ഇത്തരത്തിലുള്ളൊരു വലിയൊരു പ്രയാസത്തെ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഏത് രീതിയിൽ ബലൻഷ ഇതിനെ അഭിമുഖീകരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മറ്റ് 100ഓളം ആളുകളെയാണ് ഇതിനോടകം കാണാനില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതിൽ 30-ലധികം മലയാളികളുണ്ട്. അല്പം നേരം മുന്നേ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മലയാളികളെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും അവർ കാടുമാർഗം 60 കിലോമീറ്റർ ചുറ്റി മറ്റൊരു വഴിയിലൂടെ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളിലൂടെ നടന്നു വരികയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചീഫ് സെക്രട്ടറിക്ക് ഇതിന്റെ നിർദ്ദേശം നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ദുരിതത്തിൽപ്പെട്ട അല്ലെങ്കിൽ എന്തായാലും അതിർത്തി സംസ്ഥാനങ്ങളായ യു-പിയിലും ബീഹാറിലും ഒക്കെ ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട്. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മലയാളികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തും. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ പ്രളയത്തിൽ നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അപകട സ്ഥലത്ത് നിന്നും മലയാളികളുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. നേപ്പാളിലെ ജില്ലയിൽ കോട്ടയത്ത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഏകദേശം 1.5 മണിക്കൂറുകളായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്മ വില്ലേജിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റുമെന്നുള്ള കാര്യം വ്യക്തതയില്ല. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, ഏറെ ആശങ്കപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. മലയാളികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. അതൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏത് തരത്തിലാണ് മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഒക്കെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഹാൻസ്? അരുണ, ഈ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന മിന്നൽ പ്രളയത്തിന്റെ ഭാഗമായി 400-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ തന്നെ 100-ലധികം ഇന്ത്യക്കാരുണ്ട്, 30-ലധികം മലയാളികളുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ മലയാളികൾ സുരക്ഷിതരാണ് എന്നുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും മലയാളികൾ വിനോദസഞ്ചാരികളായി പോയിട്ടുള്ളവരിൽ ആരെങ്കിലും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് മലയാളികൾ ആരെങ്കിലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആരൊക്കെയാണ്, എത്ര മലയാളികൾ നിലവിൽ നേപ്പാളിലുണ്ട് അല്ലെങ്കിൽ ഈ പ്രളയബാധിത മേഖലകളിലുണ്ട്, ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, ആരെങ്കിലും ഈ പ്രളയം മൂലം ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, എത്ര മലയാളികളുണ്ട് എന്നടക്കമുള്ള അവരുടെ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ വിദേശകാര്യ മന്ത്രാലയവുമായി നടത്തുന്ന ആശയവിനിമയത്തിന് ശേഷം ലഭിച്ചാൽ അത് പങ്കുവയ്ക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നേപ്പാളിൽ വിനോദസഞ്ചാരത്തിനായി പോയിട്ടുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അതിനോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും അറിയിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട 2 മൊബൈൽ ഫോണുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ടവർക്ക് വിവരങ്ങൾ അറിയിക്കാം. ആരെങ്കിലും കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ 1070 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വിവരങ്ങൾ അറിയിക്കാൻ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നോർക്കയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശപ്രകാരം ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അടിയന്തര ആവശ്യങ്ങൾക്കും സഹായങ്ങൾക്കും നോർക്കയുടെ ബന്ധപ്പെട്ട നമ്പറിൽ അല്ലെങ്കിൽ നോർക്ക പുറത്തുവിട്ടിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ. എന്തായാലും നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 31 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർ കൂടുതലും ഇന്ത്യക്കാരെന്നാണ്
പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 300 ചില്ലാനം ആളുകളെ 100 ചില്ലാനം ആളുകളും ഇന്ത്യയിൽ നിന്നുള്ള വിദേശ സഞ്ചാരികളാണ്. അപ്പോൾ മലയാളികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന സർക്കാർ ഇടപെടൽ കൃത്യമായി തന്നെ നടത്തി വരികയാണ്. ഹാനിസാണ് വിശദാംശങ്ങൾ നൽകിയത്.